ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലോകം മൊത്തം കോവിഡ് എന്ന മഹാവ്യാധിയിൽ വിറങ്ങിലിച്ചു നിൽക്കുന്ന സമയത്താണ് നാം ഇന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ ഒരു അവസരത്തിലാണ് മോഡേൺ കൺസെപ്റ്റായിട്ടുള്ള ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് നാം മാറിയിട്ടുള്ളത്. സോ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മികച്ച അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. സോ അതിൽ തന്നെ നമ്മൾ മുഖ്യമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008. ഇത്രയും നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പേപ്പറിൽ മുഖ്യമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മൾക്ക് പഠിക്കാനുള്ളത് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കുറിച്ചാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രണ്ടാൾക്കാർ തമ്മിൽ ഉണ്ടാക്കപ്പെടുന്ന കോൺട്രാക്റ്റുകളെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെടുന്ന ഏത് കോൺട്രാക്റ്റുകളെയും ഗവേൺ ചെയ്യുന്നത് ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റാണ്. സോ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ ബേസിസിൽ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോൺട്രാക്റ്റിനെ എങ്ങനെയൊക്കെ ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്ററായിട്ടുള്ള ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് മീൻസ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഏതെല്ലാം വിധത്തിൽ ഡിസ്ചാർജ് ആവുന്നതാണ് നമ്മൾക്ക് നോക്കാനുള്ളത്. ഡിസ്ചാർജ് മീൻസ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിലുള്ള എല്ലാ പാർട്ടീസിനും എന്തെങ്കിലും റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉണ്ടാവും. ഈ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എപ്പോഴാണോ എൻഡിലെത്തുന്നത് അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ആവുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രണ്ടാൾക്കാർ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, അവർ രണ്ടാൾക്കാരും അവർ ചെയ്യേണ്ട അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ ആ കോൺട്രാക്റ്റിന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല. സോ ഇങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുക. സോ ഏതൊക്കെ ടൈപ്പിൽ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആവാം എന്ന് നോക്കാം. മുഖ്യമായിട്ടും 6 ടൈപ്പിലാണ് ഒരു കോൺട്രാക്റ്റ് നമ്മൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുക. First one by performance of contract, second one by mutual agreement, third one by lapse of time, fourth one by operation of law, fifth one by impossibility of performance, sixth one by breach of contract. ഈ 6 ടൈപ്പിലാണ് ഇന്ത്യയിൽ ഒരു കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. സോ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള അതിലെ പാർട്ടീസ് എല്ലാവരും അവർ ചെയ്യേണ്ടതായിട്ടുള്ള അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിയുന്നതിലൂടെ ആ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കോൺട്രാക്ട് മിസ്റ്റർ എയും മിസ്റ്റർ ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. മിസ്റ്റർ എ ജൂലൈ 1 മിസ്റ്റർ ബിക്ക് 100 പുസ്തകങ്ങൾ കൈമാറുകയും മിസ്റ്റർ ബി അതിന് പകരമായിട്ട് 1000 രൂപ മിസ്റ്റർ എക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് കോൺട്രാക്ട്. സോ ജൂലൈ 1 ആയി കഴിഞ്ഞപ്പോൾ മിസ്റ്റർ എ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ ആയിട്ടുള്ള 100 പുസ്തകങ്ങൾ മിസ്റ്റർ ബിക്ക് കൈമാറുകയും മിസ്റ്റർ ബി അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ ആയിട്ടുള്ള 1000 രൂപ മിസ്റ്റർ എക്ക് കൈമാറുകയും ചെയ്തു. സോ ഇതിലൂടെ അവർ രണ്ടുപേരും അവരുടെ ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ഈ പെർഫോമൻസിലൂടെ ഈ കോൺട്രാക്റ്റ് ഡിസ്ചാർജറായിട്ട് പോകും. അതാണ് ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെന്റ് ഓർ കൺസെന്റ് ആണ്. ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ പാർട്ടീസിൻ്റെയും മ്യൂച്വൽ എഗ്രിമെന്റിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള കൺസെന്റിലൂടെ സമ്മതത്തിലൂടെ ഒരു കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെന്റ് ഓർ കൺസെന്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 62 ആൻഡ് സെക്ഷൻ 63 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വേരിയസ് മോഡൽസ് ഓഫ് മ്യൂച്വൽ എഗ്രിമെന്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ നൊവേഷൻ, സെക്കൻഡ് വൺ റെസിഷൻ,
തേർഡ് വൺ ആൾട്ടറേഷൻ, ഫോർത്ത് വൺ റെമിഷൻ, ഫിഫ്ത്ത് വൺ വെയ്വർ ആൻഡ് സിക്സ്ത് വൺ മെർജർ. സോ ഇങ്ങനെ മ്യൂച്വൽ കൺസെൻറ്റിലൂടെ ഏതൊക്കെ വിധത്തിൽ നമുക്ക് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 62 പ്രകാരം വരുന്ന നൊവേഷനാണ്. നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുന്നത്. നിലവിലുള്ള ഒരു കോൺട്രാക്റ്റിന് പകരമായിട്ട് പുതിയൊരു കോൺട്രാക്റ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിലൂടെ പഴയ കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആയിട്ട് പോവുകയും പുതിയ കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന് 3 പാർട്ടീസ്. മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ മിസ്റ്റർ ബിക്ക് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട്. അതേപോലെ മിസ്റ്റർ ബി മിസ്റ്റർ സിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. സോ ഇവിടെ ആദ്യമുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മിസ്റ്റർ എയും മിസ്റ്റർ ബിയും തമ്മിലും മിസ്റ്റർ ബിയും മിസ്റ്റർ സിയും തമ്മിലാണ്. ഇങ്ങനെ 2 കോൺട്രാക്റ്റിന് പകരമായിട്ട് മിസ്റ്റർ എ ഈ 3 പാർട്ടീസിൻ്റെയും കൺസെൻറ്റോട് കൂടിയിട്ട് മിസ്റ്റർ എ മിസ്റ്റർ സിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതിലൂടെ പഴയ കോൺട്രാക്റ്റുകളായിട്ടുള്ള മിസ്റ്റർ എയും മിസ്റ്റർ ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റും മിസ്റ്റർ ബിയും മിസ്റ്റർ സിയും തമ്മിലുള്ള കോൺട്രാക്റ്റുകളും ഡിസ്ചാർജഡ് ആയിട്ട് പോവുകയും മിസ്റ്റർ എയും മിസ്റ്റർ സിയും തമ്മിലുള്ള ഒരു പുതിയ കോൺട്രാക്ട് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 62 പ്രകാരമുള്ള റെസിഷൻ ആണ്. റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ. സോ പാർട്ടീസിൻ്റെ മ്യൂച്വൽ എഗ്രിമെൻറ്റോട് കൂടി കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിഷൻ എന്ന് പറയുന്നത്. റെസിഷൻ ചെയ്യുന്നതിലൂടെ നിലവിലുള്ള കോൺട്രാക്റ്റ് ഡിസല്യൂട്ട് ചെയ്തു. നമ്മൾ നൊവേഷൻ ചെയ്യുന്നതിലൂടെ ഒരു പുതിയ കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. പഴയ കോൺട്രാക്റ്റ് ഡിസല്യൂട്ട് ചെയ്യുന്നതിന് പുറമെ ഒരു പുതിയ കോൺട്രാക്റ്റ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ റെസിഷനിലൂടെ പഴയ കോൺട്രാക്റ്റ് ഡിസല്യൂട്ട് ചെയ്തു പോകും, ഡിസ്ചാർജ് ചെയ്തു പോകും. അതിന് പകരമായിട്ട് പുതിയ യാതൊരു കോൺട്രാക്റ്റുകളും നിലവിൽ വരില്ല. സോ ഈ റെസിഷൻ നമ്മൾക്ക് 2 ടൈപ്പിലാണ് ചെയ്യാൻ കഴിയും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. 2 പാർട്ടീസും കോൺട്രാക്റ്റിലുള്ള എത്ര പാർട്ടീസാണോ അത്ര പാർട്ടീസും അവരുടെ എല്ലാവരുടെയും പരസ്പരമായിട്ടുള്ള മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യുന്നതിനാണ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് എന്ന് പറയുന്നത്. മിസ്റ്റർ എയും മിസ്റ്റർ ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാളുടെയും പരസ്പര സമ്മതത്തോടു കൂടി ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനാണ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബൈ ദി എഗ്രീവ്ഡ് പാർട്ടിയാണ്. എഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും ഒരാൾ അയാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയെയാണ് നമ്മൾ എഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ എഗ്രീവ്ഡ് പാർട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയും അതുപോലെ തന്നെ വീഴ്ച വരുത്തിയിട്ടുള്ള പാർട്ടിയുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാവുകയും ചെയ്യുന്നതാണ്. സോ ബൈ എഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നതിൽ വീഴ്ച വരുത്താത്ത അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള പാർട്ടിക്ക് സ്വന്തമായിട്ട് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്ന എന്നതിനെയാണ് നമ്മൾ ബൈ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ റെസിഷൻ എന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്. അതിൽ തന്നെ 2 ടൈപ്പാണുള്ളത്, ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസും അതുപോലെ ബൈ അഗ്രീവ്ഡ് പാർട്ടീസും. ഇനി മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന 3ാമത്തെ ടൈപ്പാണ് ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. ആൾട്ടറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്നത് പോലെ തന്നെ കോൺട്രാക്റ്റുകളുടെ ടേമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. നിലവിലുള്ള കോൺട്രാക്റ്റിൻ്റെ ടേംസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ ആൾട്ടറേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലുള്ള പഴയ കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആവുകയും ആൾട്ടർ ചെയ്തിട്ടുള്ള പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരികയും ചെയ്യും. ഉദാഹരണത്തിന് മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് 10 പുസ്തകങ്ങൾ ജൂലൈ 1 കൈമാറാമെന്നുള്ള കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും മിസ്റ്റർ വൈ അതിന് പകരമായിട്ട് 1000 രൂപ കൈമാറാമെന്നുള്ള ഒരു കോൺട്രാക്റ്റ് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി മിസ്റ്റർ എക്സ് 10 പുസ്തകങ്ങൾ എന്നുള്ളത് 100 പുസ്തകങ്ങളാക്കുകയും മിസ്റ്റർ വൈ 1000 രൂപ എന്നുള്ളത് 1,00,000 rupees ആക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ആ കോൺട്രാക്റ്റിനെ ആൾട്ടർ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആവുകയും ഒരു പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരികയും ചെയ്യും.
ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾട്രേഷനിൽ എല്ലായ്പ്പോഴും കോൺട്രാക്റ്റിന്റെ ടേംസിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ. ഒരിക്കലും കോൺട്രാക്റ്റിലെ പാർട്ടീസിന് തമ്മിൽ യാതൊരുവിധ മാറ്റവും വരികയും. ഇനി ബൈ മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ നാലാമതായിട്ട് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നത് റെമിഷനിലൂടെയാണ്. സെക്ഷൻ 63 പ്രകാരമാണ് റെമിഷനിലൂടെ കോൺട്രാക്ട് നമ്മൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. റെമിഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ ഏതെങ്കിലും ഒരു പാർട്ടി മുഴുവനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മറ്റു പാർട്ടിയുടെ കൺസെന്റോടുകൂടി പകുതി ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ചെയ്തു കൊടുത്താൽ പോലും മറ്റേ പാർട്ടി അംഗീകരിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെമിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ മിസ്റ്റർ എയുടെയും മിസ്റ്റർ ബിയുടെയും മ്യൂച്വൽ കൺസെന്റോട് കൂടി ഒരു 700 രൂപ കൊടുത്തിട്ട് ആ കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. ഇതിനും രണ്ട് പാർട്ടീസിൻ്റെയും കൺസെന്റ് ആവശ്യമാണ്. മുഴുവനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മുഴുവനായിട്ട് ചെയ്യാതെ അതിൻ്റെ ഒരു ഭാഗം മാത്രം പെർഫോം ചെയ്യുന്നതിലൂടെ അവരുടെ ഒബ്ലിഗേഷൻ പൂർത്തിയാവുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ട് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന അഞ്ചാമത്തെ വഴിയാണ് വെയ്വർ എന്ന് പറയുന്നത്. വെയ്വർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി മറ്റൊരു പാർട്ടി ചെയ്യേണ്ട ഒബ്ലിഗേഷനിൽ നിന്ന് ആ പാർട്ടിയെ ഒഴിവാക്കി കൊടുക്കുന്നതിനെയാണ് വെയ്വർ എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ട് ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് അയാൾ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ ചെയ്യണ്ട എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വെയ്വർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈയുടെ ചിത്രം വരയ്ക്കാമെന്നുള്ള ചിത്രം പെയിന്റ് ചെയ്യാമെന്നുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെന്റോട് കൂടി ആ ചിത്രം വരയ്ക്കണ്ട എന്ന് മിസ്റ്റർ വൈ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെയ്വർ എന്ന് പറയുന്നത്. സോ ഇതിലെ 6th ടൈപ്പ് മ്യൂച്വൽ കൺസെന്റോട് കൂടി കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന 6th ടൈപ്പ് എന്ന് പറയുന്നത് മെർജറാണ്. മെർജർ എന്ന് പറഞ്ഞാൽ നോർമലി പറയുന്ന പോലെ ഏതെങ്കിലും 2-3 കോൺട്രാക്റ്റുകൾ മെർജ് ചെയ്തുകൊണ്ട് ഒറ്റ കോൺട്രാക്റ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മെർജർ എന്ന് പറയുന്നത്. സോ ഈ മെർജ് ചെയ്യുന്നതിലൂടെ പഴയ കോൺട്രാക്റ്റുകൾ ഡിസ്ചാർജ് ചെയ്യുകയും പുതിയ കോൺട്രാക്റ്റുകൾ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിലവിലുള്ള 2-3 കോൺട്രാക്റ്റുകൾ മെർജ് ചെയ്ത് പുതിയ ഒരൊറ്റ കോൺട്രാക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. സോ ഇത് ചെയ്യുന്നതിലൂടെ പഴയ കോൺട്രാക്റ്റുകളെല്ലാം ഡിസ്ചാർജ് ആവുകയും പുതിയ കോൺട്രാക്റ്റുകൾ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള 6 ടൈപ്പിലാണ് മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ട് നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നത്. നൊവേഷൻ, റെസിഷൻ, ആൾട്രേഷൻ, റെമിഷൻ, വൈവർ, മെർജർ തുടങ്ങിയ രീതികളിലാണ് രണ്ട് പാർട്ടീസിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിലുള്ള മുഴുവൻ പാർട്ടീസിൻ്റെയും മ്യൂച്വൽ കൺസെന്റോട് കൂടിയിട്ട് നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ഇനി കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്ന 3rd ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം ആണ്. ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദ ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം ചില കോൺട്രാക്റ്റുകൾക്ക് ഒരു നിശ്ചിത ടൈം നിർണയിച്ചിട്ടുണ്ട്. ആ ടൈമിന് അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അവിടെ ഇല്ലാതായിട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും എതിരെ ഒരു മണി സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പണം തരാത്തതിന് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് തൊട്ട് 3 വർഷം വരെ മാത്രമേ അങ്ങനെ ഒരു കേസ് ഇന്ത്യയിൽ നമ്മൾക്ക് ഫയൽ ചെയ്യാൻ കഴിയുള്ളൂ. സോ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല. സോ ആ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴയ കോൺട്രാക്റ്റ് പണം കൊടുക്കാനുള്ള ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയില്ല. ഇങ്ങനെ ലാപ്സ് ഓഫ് ടൈം പ്രകാരം ലാപ്സ് ഓഫ് ടൈം മൂലം ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം ഇങ്ങനെ ഓരോ കോൺട്രാക്റ്റുകൾക്കും എത്ര ടൈം വരെയാണ് അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൈം ഉള്ളത് എന്ന് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് 4th ടൈപ്പ് ഓഫ് ഡിസ്ചാർജിങ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഇന്ത്യയിലെ നിയമം മൂലം ഏതെങ്കിലും കോൺട്രാക്റ്റുകൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ തലത്തിൽ ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം 4 വിധത്തിലാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആയിട്ട് പോകും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെത്ത് ആണ്.
കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ കോൺട്രാക്റ്റ് ഡിസ്ചാർജറായിട്ട് പോകും. അതായത് അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്കില്ലോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജോ ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജറായിട്ട് പോവുക. ഉദാഹരണത്തിന് ഒരു പെയിന്ററുമായിട്ട് മറ്റൊരാൾ അയാളുടെ ചിത്രം പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ആ പെയിന്റർ മരണപ്പെടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജറായിട്ട് പോകും. കാരണം ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെയിന്ററുടെ ഇൻഡിവിജ്വൽ സ്കില്ല് ആവശ്യമായിട്ട് ഉണ്ട്. സോ ഈ തരത്തിലാണ് ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോയിലെ ഫസ്റ്റ് ടൈപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻസോൾവൻസിയാണ്. ഏതെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഇൻസോൾവെന്റ് അല്ലാന്നുണ്ടെങ്കിൽ പാപ്പരാവുക, അയാൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആയിട്ട് പോകും. അതിന് പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവുമായിട്ടായിരിക്കും പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരിക. ഈ ഇൻസോൾവെന്റ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റൽ ലയബിലിറ്റീസും ആ സമയത്ത് തന്നെ നിയമം മൂലം ഡിസ്ചാർജഡ് ആയിട്ട് പോകും. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഓപ്പറേഷൻ ഓഫ് ലോയിൽ മൂന്നാമതായിട്ട് വരുന്നത് മെറ്റീരിയൽ ആൾട്ടറേഷൻ ആണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റിന്റെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ആൾട്ടറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർക്കുകയോ മറ്റോ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റും ആ സമയം തന്നെ ഡിസ്ചാർജഡ് ആയിട്ട് പോകും. രണ്ടുപേരുടെയും മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ട് ആൾട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ടൈപ്പിലാണ് വരിക. ഇതിൽ ഒരാൾ മാത്രമാണ് ഒരാളുടെ ഇഷ്ടപ്രകാരം അയാൾ ആൾട്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആയിട്ട് പോവുകയും ആ മറ്റേ പാർട്ടിക്ക് അഗ്രീഡ് പാർട്ടിക്ക് അതിനെതിരെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. പിന്നെ ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് മെർജർ ഓഫ് റൈറ്റ്സ് ആണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ള റൈറ്റ്സ് ഒരു ഇൻഫീരിയർ റൈറ്റ് ഒരു സുപ്പീരിയർ റൈറ്റുമായിട്ട് മെർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫീരിയർ റൈറ്റിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് നിയമം മൂലം ബൈ ഓപ്പറേഷൻ ഓഫ് ലോ മൂലം ഡിസ്ചാർജഡ് പോകും. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാളെ ഒരു കോളേജിൽ പാർട്ട് ടൈം ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണ്. സോ അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അയാളെ വേണ്ടി പാർട്ട് ടൈം ലെക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റാണ്. കുറച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഫുൾ ടൈം ലെക്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻഫീരിയർ റൈറ്റിനെ സുപ്പീരിയർ റൈറ്റിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്, മെർജ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇൻഫീരിയർ റൈറ്റ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ് എന്നുള്ളതിൻ്റെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ആയിട്ട് പോകും. സോ ഈ 4 സാഹചര്യങ്ങളിലാണ് ഇന്ത്യയിലെ ലോ പ്രകാരം ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജഡ് ആയിട്ട് പോകുന്നത്. ഇനി ഇന്ത്യയിൽ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാനുള്ള 5ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരുന്നതിനെയാണ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റും ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജഡ് ആയിട്ട് പോകും. ഈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് തന്നെ 2 ടൈപ്പിലാണുള്ളത്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയും അതേപോലെ സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയും. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ പെർഫോം ചെയ്യേണ്ട കാര്യം ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസ് ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 56 പ്രകാരം ആൻ അഗ്രിമെന്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് ഈസ് വോയിഡ് എന്നാണ് പറയുന്നത്. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ കാര്യം ചെയ്യേണ്ട പെർഫോമൻസ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഇമ്പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ ഇമ്പോസിബിലിറ്റി ആണ്.
നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ രണ്ട് പാർട്ടീസിനും അല്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പാർട്ടീസിനും ആ കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് അറിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ അഗ്രിമെന്റ് ഒരു വോയിഡർ ഇനീഷ്യോ ആയിട്ടാണ് വരുന്നത്. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റിലുള്ള എല്ലാ പാർട്ടീസും ആ കാര്യം ചെയ്യേണ്ട കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് അറിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പായിട്ട് വരുന്ന ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയിലെ സെക്കൻഡ് ടൈപ്പായിട്ട് വരുന്നതാണ് അൺനോൺ ഇമ്പോസിബിലിറ്റി. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പാർട്ടീസിന് ഈ കാര്യം ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ് എന്നുള്ള കാര്യം അറിയില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺനോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടീസിന് ആ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യൽ ഇമ്പോസിബിൾ ആണെന്ന് അറിയില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ അൺനോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴാണോ ആ ഇമ്പോസിബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും. എപ്പോഴാണോ ആ ചെയ്യേണ്ട ആക്ട് ഇമ്പോസിബിൾ ആണ് എന്ന് ഫൈൻഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും. ഉദാഹരണത്തിന് മിസ്റ്റർ എ മിസ്റ്റർ ബിയുമായിട്ട് മിസ്റ്റർ എയുടെ കുതിരയെ മിസ്റ്റർ ബിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു മിസ്റ്റർ എയുടെ കുതിരയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കാര്യം. സോ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ മിസ്റ്റർ എയുടെ കുതിര ഡെഡായി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ അൺനോൺ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മിസ്റ്റർ എക്കോ മിസ്റ്റർ ബിക്കോ ആ കുതിര ഡെഡായിട്ടുള്ള കാര്യം അറിയില്ലായിരുന്നു. പക്ഷെ കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഹോഴ്സ് ഡെഡായിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത്. സോ എപ്പോഴാണോ ആ ഡെഡായിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത് ആ നിമിഷം മുതൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും. സോ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയിൽ ഇങ്ങനെ നോൺ ഇമ്പോസിബിലിറ്റിയും അൺനോൺ ഇമ്പോസിബിലിറ്റിയുമാണ് ഉള്ളത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റിയിലെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയാണ്. സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് ചെയ്യുന്നതിന് പോസിബിൾ ആയിരുന്നു. പക്ഷേ അവരുടെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ആക്ട് ഇമ്പോസിബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ആക്ട് ആ ചെയ്യേണ്ട ഒബ്ലിഗേഷൻസിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു, അത് പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. പക്ഷെ കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ആ കാര്യം ഇമ്പോസിബിൾ ആയിട്ട് മാറുകയാണ്, അവരുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ട് മാറുകയാണ് എന്നുള്ളെങ്കിലാണ് അതിനെയാണ് നമ്മൾ സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുതിരയുടെ ഹോഴ്സിന്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് ഹോഴ്സ് വിൽക്കാമെന്നുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഹോഴ്സ് അലൈവായിരുന്നു, ജീവനോടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ ബി കണ്ടു ബോധ്യപ്പെട്ടതാണ്. അവർ ജൂലൈ 1-ാം തീയതി ആ കുതിരയെ കൈമാറാമെന്നുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എന്നാൽ അവരുടെ കൺട്രോളിലല്ലാതെ ജൂൺ 25 ആയപ്പോൾ ആ കുതിര മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പിന്നെ നമ്മൾക്ക് പെർഫോം ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. സോ ഇങ്ങനെയുള്ള ഇമ്പോസിബിലിറ്റിയാണ് നമ്മൾ സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് സബ്സീക്വന്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റിയെ ഇംഗ്ലീഷ് ലോയിൽ അറിയപ്പെടുന്നത് ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീസ് അറിയപ്പെടുന്നത് ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന പേരിലാണ്. എന്തെങ്കിലും ഒരു കാരണം മൂലം നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്തുള്ള ബിയോണ്ട് ഓഫ് അവർ കൺട്രോൾ മൂലം ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഇമ്പോസിബിൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ. പാരാ 2 ഓഫ് സെക്ഷൻ 56 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് 1872. സോ ഈ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാരണങ്ങൾ മൂലം നമ്മൾ കോൺട്രാക്റ്റിൽ ചെയ്യേണ്ട പെർഫോമൻസ് ഇമ്പോസിബിൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ മൂലം
ഒരു കോൺട്രാക്ട് ഏതെല്ലാം സമയത്ത് ഡിസ്ചാർജഡ് ആവുമെന്ന് നമ്മൾക്ക് നോക്കാം. ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ മൂലം ഒരു കോൺട്രാക്ട് ഏതെല്ലാം സമയത്ത് അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിൽ ഡിസ്ചാർജഡ് ആവുമെന്ന് നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് ആണ്. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടീസിന്റെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ മൂലം അവർ ഏത് സബ്ജക്റ്റ് മാറ്ററിന്റെ പേരിലാണോ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രക്ട് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ കേട് വന്നു പോകുന്നതിനാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ആള് വൈ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബൈക്ക് വിൽക്കാൻ കോൺട്രാക്ട് ഉണ്ടാക്കുകയും എന്നാൽ എക്സിന്റെ കൺട്രോളിലല്ലാത്തൊരു കാര്യം മൂലം ആ ബൈക്ക് ആക്സിഡന്റിൽ നശിച്ചു പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ഈ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ മൂലം ഡിസ്ചാർജഡ് ആയിട്ട് പോകും. സോ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന്റെ കാരണം കൊണ്ടല്ലാതെ ആ സബ്ജക്ട് മാറ്ററിന് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ വന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷനിലെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡെത്ത് ഓർ പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ അതിലെ കോൺട്രാക്റ്റിംഗ് പാർട്ടിയുടെ പേഴ്സണൽ സ്കില്ലോ നോളജോ ആ കോൺട്രാക്റ്റിന് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പാർട്ടിയുടെ ഡെത്തോ അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഇൻകപ്പാസിറ്റിയോ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആയിട്ട് രേഖപ്പെടുത്തും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പെയിന്റർ മറ്റൊരാളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കുകയും അയാളുടെ ചിത്രം പെയിന്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് ഉണ്ടാക്കുകയും എന്നാൽ ആ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഡിസ്ചാർജഡ് ആയിട്ട് പോകും. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷനിൽ വരുന്ന മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ലോ ആണ്. നമ്മുടെ നാട്ടിലുള്ള നിയമത്തിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഒരിക്കലും കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന്റെ കൺട്രോളിൽ വരുന്നതല്ല. ഉദാഹരണത്തിന് ജോൺ എന്ന് പറയുന്ന ആള് ജോബി എന്ന് പറയുന്ന ആൾക്ക് അയാളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടി കോൺട്രാക്ട് ഉണ്ടാക്കും. അയാളുടെ കയ്യിലുള്ള 10 സെന്റ് സ്ഥലം ജോബിക്ക് വിൽക്കാൻ വേണ്ടി ജോണ് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ആ കോൺട്രാക്റ്റിംഗ് ഡേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ആ സ്ഥലം ഒരു പുതിയ ലോയിലൂടെ അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിനെ നമ്മൾ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആയിട്ട് നോക്കും. സോ ആ കോൺട്രാക്ട് ജോണും ജോബിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്ട് ഡിസ്ചാർജഡ് ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് വാർ ആണ്. നമ്മൾ മറ്റൊരു കൺട്രിയിലുള്ള ഒരാളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കുകയും എന്നാൽ നമ്മുടെ രാജ്യം ആ രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഉടനെ തന്നെ ഡിസ്ചാർജഡ് ആയിട്ട് പോകും. അതും ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന്റെ കൺട്രോളിൽ വരുന്ന കാര്യമല്ല. സോ ഇങ്ങനെയുള്ള 4 കേസുകളിലൂടെയാണ് ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ അല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റീസിലൂടെ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള 6th ടൈപ്പ് ആയിട്ടുള്ള ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് അവർ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ അവർ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ബ്രീച്ച് കൊണ്ട് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുന്നതിനെയാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയും. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് 2 ടൈപ്പിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുമാണ്. ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിംഗ് പാർട്ടിയിലുള്ള ഒരു പാർട്ടി അയാൾ ചെയ്യേണ്ട അയാളുടെ പെർഫോമൻസ് അയാളുടെ ഡ്യൂ ഡേറ്റിൽ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്.
ഒരാൾ ജൂലൈ 31 എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ ചെയ്യാനുണ്ടായിട്ട് അയാൾ ആ പറയുന്ന ഡ്യൂ ഡേറ്റിൽ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് 2 വഴികളിലാണ് സംഭവിക്കുന്നത്. 2 ടൈപ്സ് ആണുള്ളത്. ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് ആൻഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ്. ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരാൾ എന്നാണോ അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യേണ്ടത് ആ ദിവസം അത് ചെയ്യാൻ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ്. 31 ഒരാൾ മറ്റൊരാൾക്ക് 100 പുസ്തകങ്ങൾ കൈമാറണമെന്നുള്ള കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 31 ആവുമ്പോൾ അയാൾ ഞാൻ കൈമാറില്ല എന്ന് അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിന് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് ആണ്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി, കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടി അയാൾ ചെയ്യേണ്ട ഒബ്ലിഗേഷൻ പെർഫോം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയും എന്നാൽ അത് മുഴുവനാക്കുന്നതിന് മുമ്പ് അയാൾ ബാക്കിയുള്ള അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മിസ്റ്റർ എ മിസ്റ്റർ ബിയുമായിട്ട് 300 ഫാൻ കൈമാറുന്നതിന് വേണ്ടി കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. 3 തവണകളായിട്ടാണ് ഫാൻ കൈമാറുന്നത്. ഓരോ തവണയും 100 ഫാൻ വെച്ച് 3 തവണയായിട്ട് 300 ഫാൻ മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കൈമാറും. മിസ്റ്റർ എ ആദ്യത്തെ 2 ഇൻസ്റ്റാൾമെന്റും 100 ഫാൻ വെച്ചുള്ള 2 ഇൻസ്റ്റാൾമെന്റും പെർഫോം കൊടുക്കുകയും അയാളുടെ ഒബ്ലിഗേഷൻ ആയിട്ടുള്ള 2 ഇൻസ്റ്റാൾമെന്റും ചെയ്യുകയും 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് വന്നപ്പോൾ അയാൾ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ആക്ച്വൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ 2 ടൈപ്പ് ഓഫ് ബ്രീച്ച് ആണുള്ളത്. ഓൺ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസും സെക്കൻഡ് വൺ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പെർഫോമൻസും. ഇനി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലെ സെക്കൻഡ് ടൈപ്പ് ആയിട്ട് വരുന്നത് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടി പെർഫോം ചെയ്യേണ്ട അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യില്ല എന്ന് മറ്റേ പാർട്ടിയെ അറിയിക്കുന്നതിനെയാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. 31 ഡ്യൂ ഡേറ്റ് എങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ ആ പെർഫോമൻസ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓപ്പോസിറ്റ് പാർട്ടിയെ അറിയിക്കുന്നതിനെയാണ് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്നത്. ആന്റിസിപ്പേറ്ററി ബ്രീച്ച് ഓർ കൺസ്ട്രക്റ്റീവ് ബ്രീച്ച് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ആന്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് അല്ലാന്നുണ്ടെങ്കിൽ പ്രോമിസിക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു ആന്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. അഗ്രീവ്ഡ് പാർട്ടിക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ ആ പെർഫോമൻസ് ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഹോൾ കോൺട്രാക്ട് ബ്രോക്കൺ ആയിട്ടും ആ ഹോൾ കോൺട്രാക്ട് ഡിസ്ചാർജഡ് ആയിട്ട് കരുതിയിട്ട് ഡാമേജസിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ക്ലെയിം ചെയ്യും. എപ്പോഴാണോ ഞാൻ പെർഫോം ചെയ്യില്ല എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ആ കോൺട്രാക്റ്റ് ബ്രോക്കൺ ആയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡാമേജസിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുകയും എന്നിട്ട് ആ ഡ്യൂ ഡേറ്റിൽ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അതുവരെ വന്നിട്ടുള്ള എല്ലാ നഷ്ടപരിഹാരങ്ങൾക്കും വേണ്ടിയിട്ട് ആ നോൺ പെർഫോമൻസ് മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ കോൺസിക്വൻസസിനും വേണ്ടിയിട്ട് ആ ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് ഡാമേജസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഒരു അഗ്രീവ്ഡ് പാർട്ടിക്ക് ആന്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയും. സോ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 8072 പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ 6 വഴികളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ബൈ പെർഫോമൻസ്, സെക്കൻഡ് വൺ ബൈ എഗ്രിമെൻറ്റ്, തേർഡ് വൺ ബൈ ലാപ്സ് ഓഫ് ടൈം, ഫോർത്ത് വൺ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ഫിഫ്ത്ത് വൺ ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, സിക്സ്ത് വൺ ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്.